ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, വെളിപ്പാടകലയെത്തിയ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി, നാടറിയുന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട, ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥി VP മുഹമ്മദ് അസ്ലമിന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ബലൂൺ അടയാളത്തിൽ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വേണം നാം അറിയുന്ന നേതാ വേണം. കേകാം നമ്മൾ കേകാം ജനകീയ സാരഥിക്കായി. വന്നേ ഇന്നിത വന്നേ അസ്ലം VPയും വന്നേ. വരപ്പാറ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുവാനും സർവേ നടത്തിയ ഡ്രെയിനേജ് നിർമ്മിക്കുവാനും വേണ്ടി ഇടപെട്ടും പറമ്പിൽ പീടിക ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനും മറ്റും പരമാവധി ശ്രമിച്ചും മരുന്നും ആവശ്യമായ രീതിയിൽ തന്നെ ലഭ്യമാക്കുന്നതിന് ശ്രമിച്ച കാക്കത്തടം വെള്ളക്കെട്ട്, തെരുവുനായ വിഷയങ്ങൾ, കുമ്മന്തൊടി പാലം തുറന്നുകൊടുക്കുവാൻ വേണ്ടി ഇടപെടൽ നടത്തി. സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ഇടപെടലുകൾ നടത്തി. ഇങ്ങനെ ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വരപ്പാറ 20-ാം വാർഡിൽ നിന്നും VP മുഹമ്മദ് അസ്ലം മത്സരിക്കുന്നത് ആരെയും തോൽപ്പിക്കുവാനോ അദ്ദേഹത്തിന് വിജയിച്ച് വിജയശ്രീ ലാളിതനാകുവാനോ അഹങ്കരിക്കുവാനോ അല്ല. നമ്മൾ ജനങ്ങൾ തോൽക്കാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ തന്നെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. നമ്മളാണ് ജനാധിപത്യവും നമ്മളാണ് മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടതും. മാറ്റം ഒരാൾ കൊണ്ടുതരില്ല എന്ന വിശ്വാസത്തോടെ മാറ്റം ആഗ്രഹിക്കുന്നവർക്കായി നമ്മൾ ആദ്യം മാറണമെന്ന മുന്നറിയിപ്പോടെ, എങ്കിലേ മാറ്റം സാധ്യമാവൂ എന്ന ഉൾവിളിയോടെ ജനവിധി തേടുന്ന നാട്ടുകാരെ ഒരു വോട്ട് തരൂ, ചിഹ്നം ബലൂണിൽ വോട്ട് തരൂ. നാടറിയുന്നവൻ നയിച്ചിടട്ടെ, നൽകിടാം ബലൂണിലായി ഒരു വോട്ട്. 5 വർഷം കൂടുമ്പോൾ നമുക്കിടയിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് എല്ലാ അധികാരങ്ങളും നൽകിയിട്ടും ഭരണം മാറി മാറി പരീക്ഷിച്ചിട്ടും മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചിട്ടും നാളിതുവരെ വാർഡിൽ നമ്മൾ എന്തു നേടിയെന്നതാണ് പ്രധാനം. വരപ്പാറ റോഡ് ഇപ്പോഴും ഒന്നുമാകാതെ കിടക്കുന്നു. വരിച്ചാൽ റോഡ് 15 വർഷമായി വാഗ്ദാനങ്ങൾ പൂർത്തിയാകാതെ കിടക്കുന്നു. അതുപോലെ നിരവധി റോഡുകൾ യാത്രാ സൗകര്യമില്ലാതെ വാർഡിൽ കിടക്കുന്നു. പൊതുകിണറുകൾ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നു. തെരുവ് വിളക്കുകൾ കത്താതെ കിടക്കുന്നു. ഹൈമാസ് ലൈറ്റുകളും നിലവാരം പുലർത്താതെ കാര്യക്ഷമമാവാതെ കിടക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന 5 വർഷങ്ങൾ പഴയതുപോലെ പോയാൽ മതിയോ? തീർച്ചയായും 5 വർഷത്തേക്കുള്ള ഈ നിർണായക തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ആലോചിക്കൂ പ്രിയമുള്ളവരെ. ഇനിയെങ്കിലും നാം നമുക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്യൂ. അതിനുള്ള സമയമായി. മുന്നണികളില്ലാത്ത ഒരു സംവിധാനത്തെ ഒരേ ഒരു പ്രാവശ്യം പരീക്ഷിക്കൂ. ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം നമുക്ക് തീരുമാനിക്കാൻ അവസരമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരം ഉപയോഗപ്പെടുത്തി 5 വർഷം പെരുവള്ളൂർ പഞ്ചായത്തില് 20-ാം വാർഡിന്റെ സാരഥിയാകാൻ അദ്ദേഹത്തിന് അവസരം നൽകൂ. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ബാലറ്റിലെ മധ്യസ്ഥനായി 3-ാമത്തെ കോളത്തിൽ ആദ്യം ചെയ്യുന്ന വോട്ട് ബലൂൺ അടയാളത്തിൽ. പ്രിയമുള്ളവരെ, ബാലറ്റിൽ 3-ാമതെങ്കിലും ജനഹൃദയങ്ങളിൽ 1-ാമത്, ജനഹിതത്തിലും ഒന്നായി മാറാൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ബലൂൺ അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നായി നീ മുന്നേറണം, നാട്ടിൽ കൊടി പാറിയിടണം. ഒരുപാട് ദീർഘവീക്ഷണങ്ങളുള്ള, ഒരുപാട് വിഷനുള്ള, തീക്ഷ്ണതയോടെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന, മതജാതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിവേചനമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രാപ്തിയുള്ള പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി, നാടറിയുന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട, ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥി VP മുഹമ്മദ് അസ്ലമിന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ബലൂൺ അടയാളത്തിൽ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 20-നായി അസ്ലം VPയും വന്നേ, ബലൂൺ ചിഹ്നവുമേന്തി വന്നേ, ജനനായകനായി ഏകാം നമ്മൾ കേകാം വോട്ടുകൾ ഇന്ന് സാരഥിയിൽ.
3 മാസത്തിലൊരിക്കൽ വാർഡ് സന്ദർശിച്ച് നിങ്ങളുടെ അഭിപ്രായം ആരായുകയും സാധിക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കുവാനും ശ്രമിക്കുമെന്ന വാഗ്ദാനത്തോടെ, റോഡുകളെല്ലാം നവീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന വാഗ്ദാനത്തോടെ, ലൈറ്റുകളും ഹൈമാസ് ലൈറ്റുകളും കാര്യക്ഷമമാക്കി പ്രവർത്തിപ്പിക്കുമെന്നും, വാർഡിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താതെ, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ എല്ലാവരിലേക്കും ന്യായമായി എത്തിക്കുമെന്ന പ്രതിജ്ഞയോടെ, വാർഡിലെ അംഗനവാടികൾ മനോഹരമാക്കുകയും പൊതു സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നും, ഹോസ്പിറ്റൽ പൂർണ്ണമായി സജ്ജമാക്കാൻ ഇടപെടുമെന്നും, CRS ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി വാർഡിൽ സമഗ്രമായ വികസനത്തിന് തുടക്കം കുറിക്കുമെന്നും, ഒരു പൊതു ഫണ്ട് നിർമ്മിച്ച് അതിൽ നിന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള സഹായം എന്നിവ നൽകുമെന്നും, അതിനുവേണ്ടി വാർഡിലെ സംഘടനകളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ തന്നെ രക്ഷാധികാരിയാക്കി അതിന് സംവിധാനം ഏർപ്പെടുത്തുമെന്നും, ഇങ്ങനെ സമഗ്രമായുള്ള ലക്ഷ്യത്തോടെയാണ് VP മുഹമ്മദ് അസ്ലം എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ബലൂൺ അടയാളത്തിൽ വോട്ടു തേടുന്നത്. പ്രിയമുള്ളവരെ, ദീർഘവീക്ഷണമുള്ള മുഹമ്മദ് അസ്ലമിന് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകൂ. അതൊരിക്കലും പാഴായി പോവില്ല. നിങ്ങൾ നൽകുന്ന പരിഗണനയും വോട്ടുമാണ് നാളെയുടെ ഭാവി നിശ്ചയിക്കുന്നത്. എത്ര രാഷ്ട്രീയത്തിനെതിരാണെന്ന് പറഞ്ഞാലും രാഷ്ട്രീയം നമ്മുടെ ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, നമ്മുടെ കുട്ടികളെ സംബന്ധിക്കുന്ന ഭാവിയടക്കം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനിയുള്ള 5 വർഷത്തേക്ക് നല്ല രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ സമഗ്രമായിട്ടുള്ള ഒരു 20ാം വാർഡ് സാധ്യമാവുകയുള്ളൂ. നിങ്ങളുടെ ഓരോ വോട്ടും 20ാം വാർഡിൽ നിന്നും ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ VP മുഹമ്മദ് അസ്ലമിന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ബലൂൺ അടയാളത്തിൽ രേഖപ്പെടുത്തേണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.